പല ആൾക്കാർക്കും റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിനക്കൊരു പ്രത്യേക സ്ഥാനം തരുന്നുണ്ട് എന്നുള്ളൊരു തീരുമാനം എടുക്കലാണ്. അങ്ങനെയുള്ളപ്പോൾ പാർട്ട്ണറെക്കാട്ടിലും പ്രയോറിറ്റി മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന് എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ പല ആൾക്കാരും പറയുന്നൊരു ന്യായീകരണമാണ്, നീ വരുന്നതിന് മുന്നേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും. ഫ്രണ്ട്സൊക്കെ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് അവരുടെ കരിയറായിട്ടും പല കാര്യങ്ങളായിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈമിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്പിലാവുമ്പോൾ ഫ്രണ്ട്സിനെ പരിഗണിക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പാർട്ട്ണർക്കും കൊടുക്കണം. ഒരിക്കലും പാർട്ട്ണർ ഒരു ഓപ്ഷനായിട്ട് മാറാനായിട്ട് പാടില്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുത്തലല്ല. അവിടെ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത ഒരാൾക്ക് അവർ അർഹിക്കുന്ന സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്.